അപ്പൊ ഇന്ന് നമ്മൾ ഡിസംബർ 1-ാം തീയതി അപ്പൊ നമ്മളിന്ന് വടക്കുന്നാഥ അമ്പലത്തിലേക്ക് പോവാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോവാണ് ഗൈസ്. ഞാൻ അവിടുത്തെ ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാട്ടോ. ലൈറ്റിങ്ങിന്റെ ചെറിയൊരു പ്രശ്നം ഉണ്ട്, അതാണ് നമ്മളെ കാണാത്തത്. കാണിക്കാം ദേവണോ. ാണ് നമ്മുടെ വടക്കുന്നാഥൻ ക്ഷേത്രം. ഇന്ന് നമ്മുടെ ചെക്കൻ്റെ പിറന്നാളാണ്, അതോടനുബന്ധിച്ചാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. ചെക്ക നാണയത്തൊട്ടുകൾ ഈ തറയിൽ നിക്ഷേപിക്കരുത്. അത് തോന്നണ്ട സ്ഥലമാണ് വെച്ചാൽ. അവന്റെ മുഖത്ത് നോക്കുക എക്സ്പ്രഷൻ. ഇത്ര നേരണ്ടായിരുന്നല്ലോ. അപ്പം നമ്മൾ അമ്പലത്തിലേക്കൊക്കെ പോയിട്ട് തൊഴുത് ഇറങ്ങി. എൻ്റെ മുഖത്ത് നല്ല രീതിയിലുള്ള ഉറക്കക്ഷീണമുണ്ട്. ഞാൻ 6 മണിക്ക് എൻ്റാണ്. അപ്പം നമ്മൾ വരുന്ന വഴിക്ക് ഇവിടെ പുഴയ്ക്കൽ ഉള്ള നമ്മുടെ ഒരു സ്ഥിരം കടയാണ്. വേണ്ട, ഇവിടെ ഡ്രിങ്ക്സ് എന്തെങ്കിലും കുടിക്കാൻ വെച്ച് കയറിയതാട്ടാ. അങ്ങനെ അവർ അമ്പലത്തിലൊക്കെ പോയി കൂട്ട് നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഗ്യാസ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നും കുറച്ച് തിരക്കൊക്കെ പിടിച്ചിട്ടുള്ള ഒരു ദിവസം തന്നെയാണ് കേട്ടോ. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഓടി ഓടി നടക്കണം. ശിവനെ അംഗനവാടിയിലാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് വേണം ഗ്യാസ് എടുക്കാനായിട്ട് പോകാൻ. നമ്മൾ എന്താ പറയുക, ചേട്ടൻ്റെ പേരിലാണ് നമ്മൾ ഒരുമിച്ച് ആയിരുന്നല്ലോ നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ചേട്ടൻ്റെ പേരിലാണ് ഗ്യാസ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ചേച്ചിയുടെ അച്ഛനും വയ്യാത്ത കാരണം കൊണ്ട് ചേട്ടൻ അവിടെയാണ് കേട്ടോ. അപ്പോൾ അത് കാരണം നമുക്ക് ഗ്യാസ് ചിറ്റിലപ്പള്ളി ഞങ്ങളുടെ ഇവരെ വീടിൻ്റെ അവിടുത്തെയാണ് എടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ അവിടെ നിന്ന് കുറേ ദൂരെയാണല്ലോ താമസിക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് തരില്ല, നമ്മളവിടെ പോയി എടുക്കണം. ചിലപ്പോൾ ഈ റൂട്ട് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ വിളിച്ച് കഴിഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന് തരാറുണ്ട്. അപ്പോൾ നമ്മുടെ പഴയ ഗ്യാസ്, അതായത് ഉള്ള ഗ്യാസ് ഇപ്പോൾ കഴിയാറായിട്ടുണ്ട്. അത് കാരണം കൊണ്ട് അടുത്ത് നമ്മൾ എടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ മഴയുണ്ട്, പക്ഷെ നല്ല ക്ലൈമറ്റാണ്, നല്ല തണുപ്പാണ് കേട്ടോ. നല്ലൊരു രസമുള്ള ക്ലൈമറ്റ്. അപ്പോൾ മഴയെന്ന് വെച്ചാൽ ഡ്രൈവ് ചെയ്യാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. ഡ്രൈവിങ്ങിന് പോവാൻ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടൊന്ന് ഇറങ്ങാമല്ലോ എന്ന് വിചാരിച്ചു. എപ്പോഴും ഞങ്ങളുടെ കൂടെ ശിവ ഉണ്ടാവണം, പക്ഷേ നമുക്കിപ്പോൾ ശിവനെ കൊണ്ടുപോകാൻ പറ്റില്ല. ശിവനെ അംഗനവാടിയിലാക്കി കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളിതേ ഇറങ്ങാൻ നിൽക്കുകയാണ്. ഇതേ ഒരുത്തൻ്റെ ബൈക്ക് കണ്ടില്ലേ, മറ്റേ ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബാറ്ററി ലോ ആയിട്ട് അവിടെ വെച്ച് കൊടുക്കുകയാണ്. ഇനി അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്, ബാറ്ററി ശരിയാക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതേ ഞങ്ങൾ രണ്ടാളും റെഡി ആയിട്ട് ഇറങ്ങി. വണ്ടി ഉണ്ടല്ലോ എങ്ങനെയൊക്കെ വൃത്തികേടാക്കാം. ഞാനല്ലാട്ടോ ശിവോട്ടാ, ഞാനല്ലാട്ടോ ശിവോട്ടാ. ബിസ്ക്കറ്റ് ഒക്കെ വണ്ടി എനിക്കിനി വേണമെങ്കിൽ വല്ല കാറ് മറ്റേ ക്ലീനിങ് സെന്ററിൽ വരിക. അത്രയ്ക്ക് എക്സ്പീരിയൻസ് ആയി. വണ്ടി മേടിച്ച് 3 കൊല്ലത്തിൻ്റെ ഇടയിൽ 300 വട്ടം ഞാൻ കഴിക്കുന്നുണ്ട്. ഒരു ഭാഗ്യല്ലേ. ഈ സൗണ്ട് ഉണ്ടാവണ്ട. മഴ പെയ്ത കാരണടാ. മാമമാക്കിക്കോ, മഴ പെയ്ത കാരണം. ഇതൊക്കെ ഇനി ഞാൻ പറഞ്ഞു കൊടുക്കണം. പുല്ലൊക്കെ വെട്ടിയത് വീണ്ടും പുല്ല് മുളച്ചു ഗൈസ്. ഇന്റർലോക്ക് ഓവർലോക്ക്. അയ്യോ നല്ല ചുമയാണേ. അപ്പോൾ ഇതാണ് നമ്മൾ ക്രിസ്മസിന് എടുത്തിട്ടുള്ള മെറ്റീരിയൽ കേട്ടോ. ഗ്രീൻ, റെഡ്, വൈറ്റ് ഹക്കോബയാണ് എടുത്തിട്ടുള്ളത്. മറ്റേ നെറ്റാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ ഇത് കുറച്ച് മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ അമ്മയ്ക്ക് വീട്ടിലേക്ക് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്, പലചരക്ക് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. പിന്നെ അതിനൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ അമ്മയ്ക്ക് എപ്പോഴും പെരാമംഗലത്ത് ഒരു കടയുണ്ട്, അവിടെ പോയിട്ട് മേടിക്കാനാണ് ഇഷ്ടം. കാരണം വെച്ചാൽ പലചരക്കും പച്ചക്കറിയും എല്ലാം കൂടി അവിടെയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങനെ ഇറങ്ങിയതാണ്. പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വീട്ടിലെത്തിയിട്ടാണ്.
അപ്പോൾ ഇനി ഞങ്ങൾക്ക് നടക്കാനൊക്കെ പോകണം. അപ്പോൾ ഇതും ഒരു 2 ദിവസത്തെ വ്ളോഗായിരിക്കും. കാരണം ചിലത് ഇങ്ങനെ വിട്ട് പോവും എടുക്കാനായിട്ട്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് കേട്ടോ 2 ദിവസമായിട്ട് എടുക്കണേ. അപ്പോൾ ഞങ്ങളിത് വൈകുന്നേരം നടക്കാൻ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കുട്ടൻ ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസാണ്. അപ്പോൾ മുഖത്ത് എന്തെങ്കിലും ചെറിയ പാടോ എന്തെങ്കിലും ശിവാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിടിച്ച് മാന്തും. ഇടയ്ക്ക് അവൾക്ക് ദേഷ്യം വരുമ്പോൾ എന്നെയും അവനേലും. അപ്പോൾ അവനാണ് കൂടുതൽ കിട്ടാറ്. അപ്പോൾ ദേവു എന്നെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് വാലാട്ടുണ്ട് കേട്ടോ. അവളെ ദേവു എന്ന് വിളിച്ചാൽ മതി. അപ്പോൾ ഭയങ്കര സ്നേഹം. ഞങ്ങൾ പുറത്ത് പോയപ്പോൾ കൊള്ളിയും ചിക്കൻ പാർട്സ് മേടിച്ചു. ഞാൻ ഡയറ്റിലായ കാരണം ഞാൻ ഇതൊന്നും കഴിക്കില്ല കേട്ടോ. അപ്പോൾ ഇവർക്ക് ചിക്കൻ പാർട്സ്, കൊള്ളി ഇതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ശിവുവിന് ബിരിയാണി വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ചിറ്റിലപ്പള്ളിയിൽ ഉണ്ണിയപ്പൻ്റെ കട എന്ന് പറഞ്ഞൊരു കടയുണ്ട്. അവിടെ നിന്നാണ് ബിരിയാണി വാങ്ങിയത്. അവിടെ എപ്പോഴും വാഴയിലെല്ലാം കേട്ടോ കിട്ടുക. അപ്പോൾ ഞാൻ അതിൻ്റെ ടേസ്റ്റ് ഒന്നും നോക്കിയിട്ടില്ല. ശിവുവാണ് കഴിച്ചത്. കുട്ടി കുറച്ച് കഴിച്ചു. പിന്നെ അച്ഛനാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ അങ്ങനെ കുട്ടൊന്ന് ടേസ്റ്റ് നോക്കിയതാണ്. അപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു കേട്ടോ. കുട്ടു ഇഷ്ടമായി എന്ന് പറഞ്ഞു. കാരണം ഇവരെപ്പോഴും പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോണ കടയാണ്, ഇവരുടെ നാട്ടിലത്തെ കടയാണ്. അപ്പോൾ അത് കാരണം പട്ടെ നാടൻ തുളസിയില. ഈ തുളസി നടക്കണയുടെ മുമ്പ് തുളസി വായിലിടണം നല്ലതാണ് പുഴു ഉണ്ടായിരുന്നു അമ്മ. ഇത് കണ്ടോ ഗായ്സ്, വവ്വാല് കിടക്കണ കുറെ നാളായി. അതിനെ ആരും എടുത്ത് കളഞ്ഞിട്ടില്ല. എടുത്ത് കളഞ്ഞ നിപ്പ അങ്ങോട്ട് വരും കൈമേ കൂടെ. ഒരു കാര്യമായിട്ട് നോക്കണേ. ഓടണ്ട ചെളി എന്റെ ഷൂ കേട്ടാ. ഇല്ല ഷൂ എടുക്കൂല. ഓടാ അങ്ങനെ ഞങ്ങളിത് കൈയും കോർത്ത് പിടിച്ച് ഇങ്ങനെ നടക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു മൂല വരെ അങ്ങനെ പിടിച്ച് നടത്തൊക്കെ ഉള്ളത് കഴിഞ്ഞ് ഞങ്ങൾ സ്പീഡിൽ അങ്ങോട്ട് നടക്കും. അപ്പോൾ പാട്ടൊക്കെ വെച്ചിട്ടാണ് നടത്തം. അങ്ങനെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സന്ധ്യ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. പിന്നെ പിറ്റേ ദിവസത്തെയും കൂടിയും ആഡ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു വ്ളോഗ് ഇട്ടിട്ടുള്ളത്. അങ്ങനത്തെ കുട്ടി ഭക്ഷണം കഴിക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് രാത്രി ഒരു സ്മൂത്തിയാണ് ഞാൻ കഴിക്കണത്. പിന്നെ ഞാൻ ഡയറ്റിന് എന്തൊക്കെയാണ് ചെയ്യണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ കുട്ടൂന് കൂർക്കുപ്പേരി ഒക്കെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമുണ്ട് കൂർക്കുപ്പേരി. അച്ചാർ, മാങ്ങച്ചാറുണ്ട്. പിന്നെ ബിരിയാണിയുടെ അച്ചാറുണ്ടായിരുന്നു, അതൊക്കെ കൂട്ടിയിട്ടാണ് കൂട്ടി വയ്ക്കുന്നത്. പിന്നെ ശിവുവിന് ചോളം കഴിക്കുകയാണ്. പിന്നെ ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അവർ ഹിരണും കുട്ടും കൂടിയിട്ട് അവണേങ്കാട് അമ്പലത്തിൽ പോയി രണ്ടാളും തൊഴുതു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് പോയി തൊഴുതിട്ട് വായുന്നു. രണ്ടാളും കൂടിയിട്ട് തൊഴുതു. അവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ പോകാൻ. അങ്ങനെ രണ്ടാളും കൂടിയിട്ട് അച്ഛന് സ്കൂട്ടിയൊക്കെ നോക്കാൻ പോയിട്ടാണ്. ഇങ്ങനത്തെ പറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛനിപ്പോൾ അധികം ലോങ്ങിലേക്കൊന്നും പോകേണ്ട, കടകളിലേക്കൊക്കെ പോകാൻ വേണ്ട. അപ്പോൾ അതിന് വേണ്ടി സ്കൂട്ടി നോക്കാൻ പോയി. ഇതെനിക്ക് തയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ പുതിയ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ, അതായത് സ്കേർട്ട് ആൻഡ് ടോപ്പിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഇടാം കേട്ടോ. ഇതാണ് മെറ്റീരിയൽ, നല്ല ക്വാളിറ്റിയുള്ള നെറ്റ് മെറ്റീരിയലാണ്. പിന്നെ ഹക്കോബയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ മെറ്റീരിയലൊക്കെ ഹക്കോബൊക്കെ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ നല്ല കളറാണ് കേട്ടോ, റെഡും ഗ്രീനും. ഇതിൽ കാണുന്നതിനേക്കാളും നല്ല അടിപൊളി കളറാണ് കേട്ടോ രണ്ടും. അപ്പോൾ എന്തായാലും ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി വരുന്ന വീഡിയോയിലിടും, ഇൻസ്റ്റയിലിടും. അപ്പോൾ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്താൽ മതി. കുട്ടികളുടെയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ നമ്മൾ കുർത്തികളും കാര്യങ്ങളൊക്കെ ഇനി വരുന്ന ഇതിൽ ഞാൻ എന്തായാലും പറയാം, ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ അതായത് നമ്മുടെ ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്, അത് കാരണം കൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ടൈപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ശിവു ആണെന്നുണ്ടെങ്കിൽ ഞാൻ തയ്ക്കായിരുന്നു കഴിഞ്ഞാൽ ഈ മുറിത്തുണികളില്ല, അതായത് കട്ട് ചെയ്ത് ബാക്കി തുണികളില്ല, അതൊക്കെ എടുത്തിട്ട് അവളുടെ പാവകുട്ടികളുടെ ഓൾറെഡി ഉണ്ടായിരുന്ന ഡ്രസ്സുകളൊക്കെ അഴിച്ചു മാറ്റിയിട്ട് അവൾക്ക് പുതിയ ഡ്രസ്സുകൾ വേണം. അതിപ്പോൾ കണ്ടില്ലേ ഓരോന്ന് വരച്ച് കട്ട് ചെയ്ത്. എനിക്കൊരു സമാധാനം എന്ന് പറഞ്ഞത് തരില്ല തയ്ക്കാനിരുന്ന് കഴിഞ്ഞാൽ. ഇവിടെ നിന്ന് ഇങ്ങനെ ഓരോ വിളി വരും, അമ്മ എനിക്കത് വേണം, എനിക്കിത് വേണം, എനിക്കിങ്ങനെ തയ്ച്ച് തരണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞൊരു തൊരം തരില്ല. അങ്ങനെ ഇതെൻ്റെ ആ ചോക്ക് എടുത്തിട്ട് ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. ആളെ തുണിയുമ്പോൾ വരയ്ക്കുന്നതിന് പകരം എൻ്റെ മെഷീനുമാണ് കേട്ടോ വരച്ചുകൊണ്ടിരിക്കണത്. പിന്നെ ഞാൻ ഒന്നും പറയാൻ പോയില്ല, എന്താ വെച്ച് കഴിഞ്ഞാൽ വാശി പിടിച്ച് കഴിഞ്ഞാൽ ഇനി ഇരിക്കണ ഒരു കാര്യം പോലും നടക്കില്ല. ആളെന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുണ്ട്. എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. അമ്മ ഞാൻ എന്തെങ്കിലും ചെയ്ത് തരണം എന്നൊക്കെ ചോദിക്കും. ഇത് അവിടെ ഇവിടെയൊക്കെ നിന്ന് അവൾക്ക് ആ റെഡാണ് മെറ്റീരിയലാണ് ഇഷ്ടപ്പെട്ടത്, റെഡ് കളർ ഇഷ്ടപ്പെട്ടു. അമ്മ ഇത് എൻ്റെ ബാർബിക്ക് കൊടുക്കാം, ഈ ഗ്രീൻ ബാർബിക്ക് വേണ്ടിയിട്ട് ഒരെണ്ണം ചെയ്ത് തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് എനിക്ക് തുണി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പിടിച്ച് തരാണ് കേട്ടോ. അവളുടെ കയ്യിൽ വെച്ച് ഞാൻ കട്ട് ചെയ്യിക്കില്ല, മര്യാദയ്ക്ക് പിടിക്കാൻ പറ്റില്ല. ഞാൻ എന്നാലും ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുമോ മോളെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ ഹെൽപ്പ് ചെയ്യാമ്മ, ഒന്ന് പിടിച്ചു തരാം അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയാണ് അങ്ങനെ എൻ്റെ മോള്. അപ്പോൾ
ആ പൊട്ടൊക്കെ തൊട്ടത് നെറ്റത് മാത്രമേ ഞാൻ തൊട്ട് കൊടുത്തിട്ടുള്ളൂ, ബാക്കിയൊക്കെ അവളുടെ പണിയാണ് കേട്ടോ. അതേ അവളുടെ വീട്ടിൽ കയറിയിട്ട് കളി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഞങ്ങളിത് നടക്കാൻ പോവുകയാണ്. എനിക്ക് നടക്കാൻ പോകണം, 1 മണിക്കൂർ എനിക്ക് നടക്കണം കേട്ടോ. സന്ധ്യ ആകുമ്പോഴാണ് ഞാൻ ടൈം പറഞ്ഞിട്ടുള്ളത്. രാവിലെ എന്തായാലും എന്നെ നടക്കില്ലെന്നറിയാം. അപ്പോൾ അതേ അച്ഛനും മോളും പൂച്ചക്കുട്ടികളൊക്കെ കൂടി നടക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവർ പാവങ്ങളാണ് കേട്ടോ, ഭയങ്കര സ്നേഹമാണ് കേട്ടോ ഈ പൂച്ചക്കുട്ടികൾക്ക്. ഓറിയോ, ബെല്ല, ചിലവരും കണ്ടിട്ടുണ്ടാവില്ല, എല്ലാ വീഡിയോസിലൊന്നും കാണിക്കാറില്ല. അപ്പോൾ സന്ധ്യയാകുമ്പോൾ എൻ്റെ വീടിൻ്റെ അവിടെ നല്ല രസമാണ്, കാരണം അമ്പലത്തിൽ പാട്ടൊക്കെ കേൾക്കാം, നല്ലൊരു വൈബാണ്. അപ്പോൾ ഞാൻ അതേ നടക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുട്ടു വീഡിയോ എടുത്ത് വെച്ചിട്ടാണ് കേട്ടോ. ഞാനിങ്ങനെ കുറേ ദൂരം നടക്കും, 1 മണിക്കൂർ നടക്കും. പിന്നെ അതിൻ്റെ ഇടയിൽ വേറെ എക്സസൈസൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് ശിവാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷം. ഇങ്ങനെ അവൾക്കിങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ നടക്കണം. വീടിൻ്റെ അകത്ത് തന്നെയല്ലേ എപ്പോഴും, ഫ്രണ്ട്സിൻ്റെ കൂടെ നിന്ന് കളിക്കാനൊന്നും പോണില്ലല്ലോ. പിന്നെ അംഗനവാടിയിലല്ലേ പോണേ. അപ്പോൾ ഇന്നത്തെ ദിവസം അംഗനവാടി പോയിട്ടില്ല കേട്ടോ. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ നേരം വൈകിട്ട് എണീറ്റത്, രാത്രി ഉറങ്ങിയില്ല. 9 മണിക്ക് ഒരു 7:45 ആളുറങ്ങി, പുലർച്ചെ 2 മണിയാകുമ്പോൾ എണീറ്റു. പിന്നെ ഞങ്ങളുടെ 2 ഉറക്കം പോയി, ശിവുവിൻ്റെ ഉറക്കം പിന്നെ ഇല്ലല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ രാവിലെ ഒരു 8 മണിയാകുമ്പോഴാണ് ആൾ ഉറങ്ങിയത്. പിന്നെ ഞാൻ വിചാരിച്ചു വിടണ്ടാന്ന്, ആൾക്കാകെ ക്ഷീണവും. അപ്പോൾ ടീച്ചറോട് പറഞ്ഞു വിടണില്ല കേട്ടോ ടീച്ചറേ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വീട്ടിൽ പോയിട്ട് തിരിച്ച് വരുമ്പോഴേ ലേറ്റായി. ലേറ്റ് ആവല്ല, ഉറങ്ങിപ്പോയി, ക്ഷീണം. അവിടെ ഭയങ്കര കളിയായിരുന്നു അച്ഛൻ്റെ അടുത്തിരുന്നിട്ടേ. അപ്പോൾ ഉറങ്ങിപ്പോയി, കാറിലിരുന്നേ ഉറങ്ങിപ്പോയി. ഒരു 5:30 ആകുമ്പോൾ പാട്ട് പാടും, അപ്പം അറിയാം നമുക്ക് 5:30 എന്നുള്ളത്. ഇത് നമ്മുടെ സ്വന്തം ആൽമരം. ഇവിടെ ഇപ്പോൾ വിളക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ട് പുല്ലും കാര്യങ്ങളൊക്കെ വെട്ടിയാകെ സെറ്റാക്കിയിട്ടുണ്ട്. ഇതാരാ, ഇങ്ങോട്ട് തിരിക്കാം. അപ്പോൾ സൺസെറ്റൊക്കെ പോയി. കുറച്ച് നേരം മുമ്പ് സൺ അവിടെ വന്ന് നിൽക്കണ്ടായിരുന്നു, മൈൻഡ് ചെയ്യാത്ത കാരണം പോയി. ശിവ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ അവിടെ പൂച്ചോട്. എന്തൊക്കെയുണ്ട് വിശേഷം? ഇതെന്റെ പൂച്ചയാടി, ഇതെന്റെ പൂച്ചയല്ലേ ശിവട്ടിയെ? അത് നിന്റെ, ഇതെന്റെ. ഗൈസ്, ഞാൻ ഉറങ്ങായിരുന്നു, അതാണ് എൻ്റെ മുഖം ഇങ്ങനെ ഉറക്കം ക്ഷീണമായിട്ടിരിക്കുന്നത്. അമ്പലത്തിൽ പോയിട്ട് മുണ്ട് പോലും ഞാൻ ഉരുട്ടിട്ടില്ല. അങ്ങനെ ഇത് നമ്മൾ വീട്ടിലേക്ക് കയറി കേട്ടോ. നടത്തമൊക്കെ കഴിഞ്ഞ് എക്സസൈസൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി. 2 എണ്ണത്തിനും പുറത്ത് കെട്ടിയിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് വെളിച്ചം കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അവർക്ക് ഇഷ്ടമാണ് പുറത്തൊക്കെ കിടന്ന് നടക്കാൻ. അപ്പോൾ കുറേ നേരം പുറത്ത് അമ്പലത്തിൻ്റെ അവിടെയൊക്കെ കിടന്ന് നടന്നു, കളിച്ചു, കുറച്ച് പുല്ലൊക്കെ തിന്നിട്ടുണ്ട്. അതേ വന്നിട്ട് ഇത് ഇവിടെ കൊണ്ടിരുത്തിയിട്ടുണ്ട് കേട്ടോ. 2 എണ്ണം പാവങ്ങളാണ് കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക്. അപ്പോൾ അതേ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇനി ഇത് ഞങ്ങളിനി നേരെ വീട്ടിലേക്കൊന്ന് പോകുന്നുണ്ട്. ഞങ്ങൾക്ക് ഒരു പ്ലാനും ഇല്ല, പക്ഷേ പെട്ടെന്നൊരു പ്ലാൻ എടുത്തു. ഞങ്ങൾ മൂവിക്ക് പോകാമെന്ന് വിചാരിച്ചു. അച്ഛനില്ല എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാനും കുട്ടും അമ്മയും കൂടിയിട്ടാണ് പോണത്. അപ്പോൾ രാത്രിയാണ് പോണത് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ലോങ്ങാണ്, 1 മണിക്കൂറുണ്ട് അവിടെയാണ് ഞങ്ങൾ മിക്കപ്പോഴും പോകാറ്. അപ്പോൾ ഞങ്ങൾ മെയിനായിട്ട് അവിടെ സോഫ തന്നെയാണ് എടുക്കാറ്. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മേനെ കൊണ്ടുപോകുമ്പോൾ നോർമൽ സീറ്റ് വേണ്ട, സോഫ തന്നെ മതി. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവരൊന്നും അറിഞ്ഞിട്ടില്ല, ചെറുപ്പത്തിലൊന്നും പോയിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഈ സമയത്ത് കൊണ്ടുപോകാൻ പറ്റുന്ന പോലെ നമ്മൾ കൊണ്ടുപോകുക, അവരെ സന്തോഷിപ്പിക്കുക, അത്രയേ ഉള്ളൂ നമുക്കും. അപ്പോൾ ഇതൊക്കെ അവർക്കൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ്, ഇങ്ങനെയൊക്കെ പോവുക. പിന്നെ അമ്മയ്ക്ക് ആവശ്യമുള്ളത് എന്താ വെച്ചാൽ അമ്മയ്ക്ക് കഴിക്കാനൊക്കെ മേടിച്ച് ഞങ്ങൾ സെറ്റാക്കി കൊടുത്തിട്ടാണ് അമ്മേനെ വീട്ടിലേക്ക് ആക്കിയത്. അതുപോലെ തന്നെ കുട്ടൂൻ്റെ അമ്മേനെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ സിനിമയ്ക്ക് പോകാറുള്ളതാണ് കേട്ടോ. അപ്പോൾ കുട്ടൂൻ്റെ അമ്മേനെയും കൊണ്ട് ഇപ്പോൾ അടുത്ത് ഞങ്ങൾ മൂവിക്കൊന്നും പോകാറില്ല. പുറത്തേക്ക് ഇപ്പോൾ അടുത്ത് പോയിട്ടുണ്ട്, ഞങ്ങൾ നെസ്റ്റോലിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു കുട്ടൂൻ്റെ അമ്മയും ഞങ്ങളായിട്ട്. ഇനി കുട്ടൂൻ്റെ അമ്മേനെയൊക്കെ കൊണ്ട് പോകണം. ഇതേ ശിവന് പാലും വെള്ളമൊക്കെ മേടിച്ചു കൊടുത്ത്, അമ്മയ്ക്ക് ചായ മേടിച്ചു കൊടുത്ത് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയിട്ടാ.